ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലെ മലയാളം പാഠം 1 മഴയോ മഴ എന്ന പാഠത്തിന്റെ പ്രവർത്തന പുസ്തകം പ്രവർത്തനം 1-6 പരിചയപ്പെട്ടാലോ? ഇതാ നോക്കൂ കൂട്ടുകാരെ, ഇവിടെ ഒരു കുളം തന്നിരിക്കുന്നത് കണ്ടോ? കുളത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? കുളം ഒരു ജലസ്രോതസ്സാണ്. ചെറുതും വലുതുമായ കുളങ്ങളുണ്ട്. താമര, ആമ്പൽ, പായൽ തുടങ്ങിയ ജലസസ്യങ്ങൾ കുളത്തിലുണ്ട്. തവള, മീൻ, ആമ തുടങ്ങിയ ജലജീവികളെയും കാണാം. കുളിക്കാനും അലക്കാനും കൃഷിക്ക് നനയ്ക്കാനും കുളം ഉപയോഗിക്കുന്നു. മൃഗങ്ങളും പക്ഷികളും മറ്റും കുളത്തിലെ വെള്ളം പ്രയോജനപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാം. അപ്പൊ കൂട്ടുകാരെ, കുളത്തെക്കുറിച്ച് വിവരിച്ചത് കണ്ടോ? ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് നമുക്ക് എഴുതാം. ഇതുപോലെ എങ്ങനെ കിണറിനെ കുറിച്ച് എഴുതാം? കിണർ പ്രധാന ജലസ്രോതസ്സാണ്. തെളിഞ്ഞ ശുദ്ധവെള്ളമാണ് കിണറ്റിലെ. ഞങ്ങൾ കുടിക്കാൻ കിണറിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കുളിക്കാനും അലക്കാനും നനയ്ക്കാനും ഈ വെള്ളം ഉപയോഗിക്കുന്നു. ചെറുതും വലുതുമായ കിണറുകളുണ്ട്. അപ്പോൾ കിണറിനെ കുറിച്ച് നമ്മൾ എഴുതിയത് കണ്ടോ? ഇതുപോലെ ഇനിയും ജലസ്രോതസ്സുകളുണ്ട്. അവയെക്കുറിച്ചൊക്കെ നമുക്ക് എഴുതാൻ ശ്രമിക്കാം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. ബൈ.